ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ഏതൊരാൾക്കും കീഴൊതുക്കുവാൻ കഴിയാത്ത ലവണാംബുതിയെ അത്ഭുതജനകമായ വിധത്തിൽ തരണം ചെയ്ത ഹനുമാൻ ത്രികൂടാചല ശൃംഗത്തിൽ പരിശോഭിക്കുന്ന ലങ്കാരാജ്യത്തെ സ്വൈര്യമായിരുന്ന് നോക്കിക്കണ്ടു. ചുറ്റും നിൽക്കുന്ന തരുവൃന്ദങ്ങൾ ആ മഹാശക്തനെ പുഷ്പവർഷം തന്നെ ചെയ്തു. അല്പസമയത്തിനുള്ളിൽ പൂമയനായൊരുവനെ പോലെ പവനതനയൻ വിലസി 100 യോജന വഴി ഒരൊറ്റ കുതിപ്പിൽ ചാടിക്കടന്നിട്ടും ആ ഉത്തമ വിക്രമിക്ക് അല്പമെങ്കിലും ക്ഷീണമോ കിതപ്പോ ഉണ്ടായില്ല. ഇനിയും വേണമെങ്കിൽ അനേകം 100 യോജന ചാടുവാൻ കെൽപ്പുമുണ്ട്. എണ്ണിക്കണക്കാക്കി 100 എന്ന് നിർണയിക്കേണ്ട ആവശ്യമില്ല. സമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് പോലും ഞാൻ എത്തിച്ചേരും. ആഞ്ജനേയരുടെ ചിന്തയായിരുന്നു ഇത്. വീരവീരന്മാരിൽ അഗ്രേസരൻ, ചാട്ടക്കാരിൽ അദ്വിതീയൻ, ഉത്തമന്മാരിൽ ഉത്തമൻ, അനിലതനയൻ പെരുംകടൽ കടന്ന് രാക്ഷസവാസമായ ലങ്കയിൽ അതിവേഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ദ്രനീല രത്നശോഭയുള്ള പച്ചപ്പുൽ മൈതാനങ്ങളിൽ അതിസുഗന്ധപൂരിത പുഷ്പങ്ങളാൽ തോരണം ചാർത്തിയ ആരണ്യങ്ങളിൽ, അത്യുന്നതങ്ങളായ പാറക്കെട്ടുകളിൽ, അതിഗഹനങ്ങളായ മരത്തോപ്പുകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി ശ്രീരാമദൂതൻ പിന്നിട്ടു. പൂവണിഞ്ഞ പാദപങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന പർവ്വത പ്രാന്തങ്ങളിലും അതിരമ്യാരംഭങ്ങളിലും കൂടി ഓടിയ കപികുഞ്ചരൻ അത്യുന്നതമായൊരു ഗിരിശിഖരത്തിൽ കയറി ലങ്കയെ വീണ്ടും നോക്കി. ചരളം കൊന്ന കുസുമസങ്കലമായ ഈന്തപ്പന, നാരകം, കുടകപ്പാല, കൈത, മുരൾമരം, ഞാഴ, സുഗന്ധിയായ കടമ്പ്, പാല, വേങ്ങ, മന്ദാരം, പൂ തിങ്ങിയ കണവീരം എന്നിവയിൽ മൊട്ടുകളും ധാരാളമുണ്ട്. പക്ഷികൾ ഉല്ലാസപൂർവ്വം ഇരിക്കുന്ന വൃക്ഷച്ചില്ലകൾ മന്ദപവനൻ ചാഞ്ചാട്ടി ആനന്ദമേകുന്നു. വികസിച്ച പത്മങ്ങൾ, ഉത്പലങ്ങൾ എന്നിവ നിറഞ്ഞ കുളങ്ങളെ നീർക്കോഴികൾ, അരയന്നങ്ങൾ തുടങ്ങിയ ജലപക്ഷികൾ പൂർവാധികം പ്രശോഭിപ്പിക്കുന്നു. പലതരത്തിലുള്ള വിഹാര തരംഗങ്ങൾ, നാനാവിധത്തിലുള്ള ജലാശയങ്ങൾ, എന്നുമെന്നും പൂത്തും കായ്ച്ചും നിൽക്കുന്ന തരുനികരങ്ങളോടുകൂടിയ പൂങ്കാവുകൾ, ഇങ്ങനെയുള്ള ലങ്കയിൽ രാക്ഷസേശ്വരനായ രാവണൻ പരിപാലിക്കുന്ന രാജ്യത്തിൽ തേജശ്രീനിധിയായ ഹനുമാൻ എത്തിച്ചേർന്നു. നഗരിയുടെ ചുറ്റുമുള്ള കിടങ്ങ് പത്മോൽപ്പലങ്ങൾ അണിഞ്ഞ് പരിശോഭിക്കുന്നു. സീതാപഹരണത്തിനു ശേഷം ലങ്കാരാജ്യത്തെ മുമ്പത്തേക്കാളധികം ശ്രദ്ധയോടെയാണ് കാത്തുരക്ഷിക്കുന്നത്. വാനുരുമുന്ന പൊന്മതിൽ ലങ്കാനഗരിയുടെ ചുറ്റുമുണ്ട്. ബലശാലികളായ നക്തഞ്ചരന്മാർ കൊടിയ ചാപങ്ങളുമേന്തി അതിൻമുകളിൽ എപ്പോഴും ജാഗ്രതയോടെ നടക്കുന്നു. അതിരമ്യമായ ആ വൻ നഗരത്തിൽ ഗ്രഹതുല്യങ്ങളായ മണിമന്ദിരങ്ങൾ ശരൽക്കാല മേഘം പോലെ കാന്തിപ്രസരം പൊഴിക്കുന്നു. നാലുപാടുമുള്ള വിശാല രാജപാതകൾ വെൺപട്ടു വിരിച്ചതുപോലെ വിളങ്ങുന്നു. അനേകമനേകം കൊത്തളങ്ങൾ, പാറിക്കളിക്കുന്ന കൊടിക്കൂറകളോടുകൂടിയ അസംഖ്യം കൊടിമരങ്ങൾ, വിചിത്ര ലതാപൂർണങ്ങളായ കനകത്തോരണങ്ങൾ, ഇങ്ങനെ അമരാധിപന്റെ അമരാവതിയെപ്പോലും ജയിക്കുന്നതാണ് അസുരേശ്വരന്റെ ആ പട്ടണം. ത്രികൂടാശിഖരത്തിൽ ധവള നിറത്തിലുള്ള നിർമ്മല ഭവനങ്ങളാൽ സുരമ്യമായ ലങ്ക വാനോർ നഗരിയെപ്പോലെ മാരുതി കണ്ടു. വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതും നിശാചരവരനാൽ പരിപാലിക്കുന്നതുമായ ആ മഹാനഗരി നഭോമണ്ഡലത്തിൽ നീന്തി കളിക്കുന്നത് പോലെ ഹനുമാന് തോന്നി. ഉയർന്ന മതിൽക്കെട്ടാകുന്ന ജഗനം, വിശാല ജലപ്പരപ്പാകുന്ന നവവസ്ത്രം, കൊത്തളമാകുന്ന കർണാഭരണം, ശതഗ്നി, ശൂലം തുടങ്ങിയ ആയുധജാലമാകുന്ന കേശഭാരം, ഇങ്ങനെ മനസ്സുകൊണ്ട് വിശ്വകർമാവ് സൃഷ്ടിച്ച ലങ്കയിലെ വടക്കേ കോട്ടവാതിൽക്കൽ എത്തിയ ശ്രീരാമദൂതൻ ആലോചിച്ചു. കപിസത്തമന്മാർ ഇവിടേക്ക് എത്തിയാലും വെറുതെയായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലങ്കാരാജ്യത്തെ അടരിൽ ജയിക്കുവാനുള്ള കരുത്ത് ദേവന്മാർക്ക് കൂടിയില്ല. ദുർഗമമായ ഇവിടേക്ക് അനേകം വിഷമങ്ങൾ സഹിച്ച് മഹാബാഹുവാണെങ്കിലും ശ്രീരാമചന്ദ്രൻ എത്തിയാൽ തന്നെ എന്തു ചെയ്യും? ഈ അരക്കന്മാർക്ക് സാമം എന്നൊന്ന് അറിയുക തന്നെയില്ല. ദാനമോ ഭേദമോ കൊണ്ട് യാതൊന്നും ഇവിടെ നടക്കുകയുമില്ല. ദണ്ഡം, യുദ്ധം അതിനുള്ള ശക്തിയും കാണുന്നില്ല.
വാനരവർഗത്തിൽ വേഗതയുള്ള 4 പേർക്ക് ഇവിടേക്ക് ഒരുപക്ഷെ എത്തുവാൻ സാധിച്ചേക്കും. മഹാബുദ്ധിമാനായ നൃപേന്ദ്രൻ സുഗ്രീവന്, ബാലിസൂനുവായ യുവരാജ അംഗദന്, യൂതപതിയായ നീലന്, എനിക്ക് പോട്ടെ, ആ വക കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം. സീതാദേവി ഇവിടെ അധിവസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്നാമതായി അറിയണം. ദേവിയെ കണ്ടതിനു ശേഷമേ മറ്റുള്ളവ ആലോചിക്കേണ്ടൂ. ശ്രീരാമസ്വാമി കാര്യത്തിൻ്റെ അഭ്യുന്നതിയെ ആഗ്രഹിക്കുന്ന കപികേസരി ആ ശിഖരത്തിലിരുന്ന് ചിന്ത തുടർന്നു. അതിക്രൂരന്മാരാണ് അസുരന്മാർ. ആ കരുത്തന്മാർ കാത്തുരക്ഷിക്കുന്ന ഈ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ശരീരത്തോടുകൂടി കടക്കുവാൻ എളുപ്പം ആകില്ല. തീർച്ച. കടുത്ത നെഞ്ചൂക്കും വീര്യപരാക്രമങ്ങളും ഒത്തുചേർന്ന് ഈ അരക്കന്മാരെ മുഴുവൻ വഞ്ചിച്ചല്ലാതെ ദേവിയെ അന്വേഷിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിറവേറണമെങ്കിൽ ലങ്കയിൽ ദൃശ്യാദൃശ്യ ശരീരത്തോടെയാകണം കടക്കുന്നത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.